മിസ്സേ ഹൗസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്, ഫോർമാറ്റുകൾ അല്ലെ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർമാറ്റുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ കാത്തിരുന്ന സാധനം തന്നെയാണ് ഡയറിയും ലെറ്ററും അല്ലെ. ഡയറിയുടെയും ലെറ്ററുടെയും ഫോർമാറ്റ് പഠിക്കാതെ മക്കൾ എക്സാമിന് പോവരുത്. ഹിന്ദി എന്തായാലും നമ്മൾ ഇത്രയും ലൈവ് ഒക്കെ എടുത്ത് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡയറിയുടെയും ലെറ്ററിന്റെയും ഫോർമാറ്റും കൂടി പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെ. അതെന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. രണ്ട് ടൈപ്പ് ഡയറിയുടെ ഫോർമാറ്റും ലെറ്ററിലെ ഞാൻ പറഞ്ഞു എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നതിന്റെ എന്താണ് ഫോർമാറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഡയറിയും ലെറ്ററും ഓർ ക്വസ്റ്റ്യൻ ആയി വന്നാലും ലെറ്റർ മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. കാരണം ഫോർമാറ്റിന് മാത്രം 2 മാർക്ക് കിട്ടും. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ വീണ്ടും 1 മാർക്ക് കിട്ടും. എങ്ങനെ നോക്കിയാലും 3 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. എന്ത്? ലെറ്ററിന്റെ ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം നോക്കാം എന്താണ്. ആദ്യം നമുക്ക് ഡയറി പറയാം. ഇത് ആരും പഠിക്കാതെ പോകരുതേ. എല്ലാവരും എൻ്റെ മക്കളൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. ഇനിയിപ്പോൾ ആരുടെ ഡയറി വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. പെട്ടെന്ന് ചിലപ്പോൾ എന്താണ് സിലബസ് ഇടുന്ന ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർക്കൊക്കെ തോന്നി ഇവരെയൊന്ന് കുഴക്കി കാളാം. പുതിയൊരു ഇതിൽ ഏതെങ്കിലും ചോദിക്കാത്തൊരു കഥാപാത്രത്തിന്റെ ഡയറി ചോദിച്ചാളാം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ കുടുങ്ങാൻ പാടുണ്ടോ? ഇല്ല, നിങ്ങൾ കുടുങ്ങരുത്. കാരണം നിങ്ങൾക്ക് എന്തറിയാം? ഫോർമാറ്റ് അറിയാം. ആ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, എന്താണ് ഡയറിയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് വരച്ചു വെച്ചോളാം? ഒരു ബോക്സ് വരച്ചു വെച്ചോളാം. അതിനി പറയേണ്ട ആവശ്യമില്ല, ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ്. നോക്ക, നമ്മുടെ കഥാപാത്രത്തിന് ഹാപ്പിയാണ്. കഥാപാത്രം അന്ന് വളരെ സന്തോഷത്തിലാണ്. അവന് വളരെ സന്തോഷം കൊണ്ട് അവന് ഇരിക്കാൻ വയ്യാത്ത സ്ഥിതിയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ആ ഡയറി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ഒരുപാട് കോണ്ടന്റിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ വേറെ ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എക്സാമിന് മുമ്പ് ഒന്നും കൂടി കേൾക്കണമല്ലോ അല്ലെ. അത് ഞങ്ങൾ ചിലപ്പോൾ പണ്ടത്തൊന്നും കണ്ടതുണ്ടാവില്ല. ഇപ്പൊ കേട്ടാലേ ഞങ്ങൾക്ക് തിരിയുള്ളൂ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലെ. അവർക്ക് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കാം, നമ്മൾ ആദ്യം എഴുതുന്നത് ഡേറ്റ് ആണ്. ഡേറ്റ് ഇല്ലാണ്ട് നമുക്കൊരു പരിപാടി ഇല്ല. ഡയറി എഴുതുമ്പോൾ അല്ലെ, ഡേറ്റ് ഇല്ലാണ്ട് എങ്ങനെയാ അന്നത്തെ ഡയറി എഴുതണ്ടേ. പിന്നെ ടൈം എന്ന് പറയുന്ന സാധനം എഴുതണോ മിസ്സേ എന്ന് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. എഴുതണം മക്കളെ, എഴുതിക്കോടാ, എന്തിനാ വെറുതെ. എഴുതിക്കോ, നല്ലതാണ്. പുതിയ അപ്ഡേഷനൊക്കെ വന്ന ഡയറിയാണ്. അപ്പൊ എന്ത് ചെയ്തോളാം? ടൈമൊക്കെ എഴുതി വെച്ചോളാം. ഇനി എന്താണ്? രവിവാർ, ദിവസം ഏതാണ്, ഡേ ഏതാണ്? രവിവാർ, സോമവാർ, മംഗൾവാർ, ഏതെങ്കിലും ഒരു വാരം, ശുക്രവാരം, എന്തെങ്കിലും ഒരു വാരം എഴുതി വെച്ചോളാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് അറിയുന്ന കേട്ടോ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവല്ലോ, അത് എഴുതി വെച്ചാൽ മതി. സന്തോഷമാണ് കഥാപാത്രത്തിന്. ആജ് കാ ദിൻ മേ കൈസേ ഭൂലൂ. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം. പല ആൾക്കാരും എന്താണ് ഇസ് ദിൻ എന്ന് എഴുതി വെക്കാറുണ്ട്. അത് എഴുതി വെക്കണ്ട. ഇസ് ദിൻ എന്ന് പറയില്ല. ആജ് എന്ന് പറഞ്ഞ ശബ്ദമാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കാറ്? ഇന്ന് എന്ന് പറയാൻ ഉപയോഗിക്കാറ്. ആജ് കേട്ടോ, മാറിപ്പോവരുതേ. ഇസ് ദിൻ എഴുതരുതേ. അത് എഴുതുന്ന ആൾക്കാർ എന്ത് ചെയ്തോളാം? അത് ഉപേക്ഷിച്ചോളാം. ആജ് എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചു വെച്ചോളാം. നമുക്ക് ആജ് കാ ദിൻ മേ കൈസേ ഭൂലും. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ. കൈസേ ഭൂലും, എങ്ങനെ മറക്കും എന്ന് പറയാണ്. മറക്കാൻ പറ്റുമോ അന്നത്തെ ദിവസം? ഒരു കഥാപാത്രത്തിന് മറക്കാൻ പറ്റില്ല അല്ലെ. ഇനി നോക്കാം, ആജ് മേരാ ദിൽ ബഹുത് ഭർ ഗയാ ഹൈ. ഇന്ന് എന്റെ സന്തോഷം കൊണ്ടാണേ. ആജ് മേരാ ദിൽ എന്ന് വെച്ചാൽ എന്താണ്? മനസ്സ് അല്ലെ. എന്റെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം എന്തായിട്ടുണ്ട്? ബഹുത് ഭർ ഗയാ ഹൈ, വളരെ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാണ്. നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാണ് സന്തോഷം കൊണ്ട് കേട്ടോ. ഇത്തനി ഖുഷി, ഇത്രയും ഖുഷി, സന്തോഷം. പല ആൾക്കാരും സന്തോഷ് എന്ന് എഴുതി വെക്കും. അങ്ങനത്തെ സാധനം എഴുതി വെക്കരുത്. ഖുഷി എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചു വെച്ചോളാം കേട്ടോ. ഇത്തനീ ഖുഷി, ഇത്രയും സന്തോഷം. ജിന്ദഗി എന്താണ്? ജീവിതമാണ് അല്ലെ. ജീവിതത്തിൽ പെഹ്ലി ബാർ, ഫസ്റ്റ് ടൈം ആണ് വരുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾക്ക് കഥാപാത്രത്തിന് എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടാവല്ലോ. ആ കാര്യങ്ങളൊക്കെ എഴുതുക. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ എഴുതുക. അന്ന് നടന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മക്കൾ എഴുതി വെച്ചോണം. ഈ ഫോർമാറ്റ് എഴുതിയാൽ തന്നെ ഏകദേശം ഒരു മാർക്ക്, 1.5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആ ബോക്സിന്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി എഴുതുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാത്തവർ നന്നായിട്ട് വൃത്തിക്ക് എഴുതിക്കോളാം. ലാംഗ്വേജ് ഉള്ള ആൾക്കാരൊക്കെ നല്ല വൃത്തിക്ക് എഴുതിക്കോളാം കേട്ടോ. അത് പക്ഷെ ഫോർമാറ്റ് ഇത് തന്നെയായിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേറെ ഫോർമാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതായാലും മതി. ഇത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പൊ ഇത് പഠിക്കാം കേട്ടോ. ഇനി നോക്കുക, അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആജ് കാ ദിൻ മേരെ ലിയേ ഹമേശ യാദ്ഗാർ രഹേഗ. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം. കൺക്ലൂഡ് ചെയ്യണ്ടേ ഡയറി? ഇന്നത്തെ ദിവസം. മേരെ ലിയേ ഹമേശ, എപ്പോഴും എന്തായിരിക്കും എന്നാ പറയുന്നത്? യാദ്ഗാർ രഹേഗ. യാദ്ഗാർ രഹേഗ എന്താണ്? ഓർമ്മയുള്ളതായിരിക്കും. എന്താണ്? ഓർമ്മയുള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്താണ്?
നമ്മൾ നിർത്തുകയാണ് നമ്മുടെ ഡയറി. ഓക്കെ, നടുവിൽ എന്താണ് നമ്മുടെ കഥാപാത്രത്തിന് അന്ന് നടന്ന സംഭവങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. എക്സാമിൽ കുത്തിട്ട് വെക്കരുതേ, കുത്തിട്ട് വെക്കരുത്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കഥാപാത്രത്തിന് ഫുള്ള് സാഡാണ്, ഫുള്ള് സങ്കടമാണെങ്കിൽ എങ്ങനെയാണ് ഡയറി എഴുതുന്നത് നോക്കിക്കോളാം. ഡേറ്റ് എഴുതുന്നു, ടൈം എഴുതുന്നു, ദിവസം എഴുതുന്നു, അത് വിട്ടൊരു പരിപാടിയില്ല നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് തുടങ്ങുകയാണ് ഡയറി. ഓഹ് എന്ന് വെച്ചാൽ അയ്യോ എന്ന് പറയുകയാണല്ലേ. ആജ് കേസ് ചെയ്തിന്താ, ഇന്ന് ഇങ്ങനത്തെ ദിവസമായിരുന്നു, സാധനം മാറി കണ്ടോ, സങ്കടം ആയോണ്ട് മാറിയല്ലേ, ഇന്ന് ഇന്ത് ദിവസമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആജ് കാ ദിൻ മേ കബി നഹി ഭൂലൂങ്ക, ഇന്നത്തെ ദിവസം ഞാൻ കബി നഹി ഒരിക്കലും മറക്കില്ല എന്ന് പറയാണ്. മറക്കില്ല. ഇത്തന ബൂരാദിൻ എന്ന് വെച്ചാൽ എന്താണ്, മോശം ദിവസം അല്ലെ, ഇത്രയും മോശം ദിവസം ജിന്ദഗി മേ പെഹലി ബാർ ആയ ഹേ, അത് നമ്മൾ നേരത്തെ പഠിച്ച സാധനം, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞില്ല. അവസാനം നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ പഠിച്ചാൽ മതി. ഇത് പഠിക്കാത്ത ആൾക്കാർക്ക്, ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേറൊരു സാധനം ഉണ്ട്. എന്താണ്, യഹ് മേരെ ജീവൻ കാ ഏക് അവിസ്മരണീയ ദിൻ താ, ഇതെന്റെ ലൈഫിലെ ഒരു അവിസ്മരണീയ ദിൻ താ. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും പഠിച്ചു വെച്ചോളൂ. അൺഫോർഗറ്റബിൾ ഡേ ആണ്. അവിസ്മരണീയ, അൺഫോർഗറ്റബിൾ, മറക്കാനാകാത്ത ദിവസമാണ് എന്ന് പറഞ്ഞ് നിർത്തിക്കോളാം. ഇതാണ് നമ്മുടെ ഡയറിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡയറി ഒരിക്കലും ബോക്സ് വരയ്ക്കാതെ എഴുതരുതേ, ബോക്സ് വരയ്ക്കണം. ഡയറി ബോക്സിലേ നമ്മൾ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോളാം. പിന്നെ ഡേറ്റും ഡേ ഒക്കെ കുറച്ച് വൃത്തിയിൽ എഴുതി, കുറച്ച് വിട്ടിട്ടൊക്കെ നല്ല നീറ്റായിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. പിന്നെ ഇങ്ങനത്തെ ഡയറി, ലെറ്റർ പോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള പേജ് എഴുതാൻ നോക്കുക കേട്ടോ. അതായത് ഡയറി ലെറ്റർ ഒക്കെ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രഷ് ആയിട്ടുള്ള പേജ് എടുക്കാൻ നോക്കാം. ഇപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ താക്കുന്നവര് പകുതി ഇവിടെ പകുതി അവിടെ എന്നൊന്നും ആയിട്ട് എഴുതരുത് കേട്ടോ. കുറച്ച് വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ശ്രമിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പത്ര, ഖത്ത്, ചിട്ടി എന്നൊക്കെ പറഞ്ഞ തന്നെയാണ്, ലെറ്റർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പത്ര എന്നുള്ള വാക്കാ നിങ്ങൾ കാണാം. പത്രം എന്ന് വെച്ചാൽ പത്രവാർത്തയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്താണ്, നമ്മുടെ ലെറ്റർ ആണ്. പത്രം എന്താണ്, ലെറ്റർ ആണ്. പത്രം എഴുതുക എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് എഴുതി വെക്കാൻ പാടില്ല, ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉള്ള കാര്യം നിങ്ങൾ ആലോചിച്ചോളാം. ലെറ്ററിന് പ്രോപ്പർ ആയിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. നിങ്ങളുടെ ഹിന്ദിയിൽ സുഹൃത്തിന് മാത്രമേ കത്ത് എഴുതാൻ വരുള്ളൂ. സുഹൃത്തിന് മാത്രം, എന്തോ ഭാഗ്യത്തിന് സുഹൃത്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്താണ്, കത്ത് എഴുതാൻ വേണ്ടി വരുള്ളൂ. അപ്പൊ അത് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ കുറെ കത്തൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നോക്ക, നിങ്ങൾ എഴുതുന്നതിന്റെ റൈറ്റ് സൈഡായിട്ട് ഇത് നോക്കണ്ട. എഴുതുന്നതിന്റെ, ഇപ്പൊ നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ, എഴുതുന്നതിന്റെ റൈറ്റ് സൈഡായിട്ട് ഈ നമ്മുടെ ക്യാമറ നോക്കി, നമ്മുടെ ഈ ഒരു മൊബൈലിൽ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് പറയരുതേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു വെക്കുക. നിങ്ങൾ എഴുതുന്നതിന്റെ റൈറ്റ് സൈഡ് ആട്ടോ. അതില് എന്താ, സ്ഥാനും ഡേറ്റും എഴുതുക. സ്ഥാനും ഡേറ്റും എഴുതി വെച്ചോളാം. ഏതെങ്കിലും ഒരു ഡേറ്റ് മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് ഒക്കെ എഴുതി വെക്കുക. സ്ഥലത്തിന് പേര് കിട്ടിയില്ലെങ്കിൽ സ്ഥാൻ എന്ന് മാത്രം എഴുതിയാൽ മതി. സ്ഥാൻ എന്ന് വെച്ചാൽ സ്ഥാനം, പ്ലേസ് ആണ്. എന്നിട്ട് നമ്മൾ തുടങ്ങുകയാണ് അങ്ങോട്ട് നമ്മുടെ കത്ത്. എങ്ങനെ തുടങ്ങുന്നത്, പ്രിയമിത്ര, പ്രിയപ്പെട്ട മിത്രമേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. മിത്ര എന്ന് വെച്ചാൽ ഫ്രണ്ട് ആണ്, സുഹൃത്തേ. തും കേസേ ഹോ, നീ എങ്ങനെയാണോ, നിനക്ക് സുഖമാണോ. മേ ഹാ ടീക്കു, ഇത് അങ്ങനെ പഠിച്ചു വെച്ചോണേ, ഇത് എഴുതി പഠിച്ചോളൂ എന്റെ മക്കള്. എല്ലാ കത്തും ഇങ്ങനെയാണ് എഴുതാൻ പോകുന്നത്. അതിന് നടുവത്തെ സാധനം മാത്രമേ മാറുള്ളൂ, സുഖമാണ്. അപ്പൊ എന്താണ്, തും കേസേ ഹോ, മേ യഹാ ടീക് ഹൂ, ഞാനിവിടെ ഓക്കെയാണ്. മേ യഹ് പത്രേക്ക് വിശേഷ് ബാത്ത് ബത്താനെ കെ ലിയെ ലിഖ് രഹാ ഹൂ, എല്ലാ കഥാപാത്രങ്ങളും എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യം പറയാനായിരിക്കും എഴുതുന്നുണ്ടാവുക. അപ്പൊ എന്താണ്, മേ യഹ് പത്ര, ഞാൻ ഈ കത്ത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കത്ത്. ഏക്ക് വിശേഷ് ബാത്ത്, ഒരു വിശേഷപ്പെട്ട കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ്. ബത്താനെ കേലിയ എന്നാണ്, പറയുവാനാണ് എന്ത് ചെയ്യുന്നത്, ലിഖ് രഹാഹു, എഴുതുന്നത് എന്ന് പറയാണ്, എഴുതുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടതേ സെക്കൻഡ് പാരഗ്രാഫിൽ, ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ സുഖവിവരണങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ പറയാണ്, എന്തോ സംഭവിച്ചതിനെ കുറിച്ചിട്ടാണല്ലോ കഥാപാത്രത്തിന് പറയുന്നത്. അപ്പൊ നമ്മുടെ അരുൺ ഗാന്ധിയുടെ കാര്യമാണ്. അരുൺ ഗാന്ധിയുടെ ആ സമയത്ത് പിതാക്ക പ്രായശ്ചിത്ത് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ നിന്നുമാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയുകയാണ് എന്താണ്, അന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ള സങ്കടങ്ങളൊക്കെ എഴുതും അല്ലെ. അരുൺ ഗാന്ധി അന്നത്തെ ദിവസം ഫുള്ള് കാര്യങ്ങളും എഴുതും. അപ്പൊ എന്ത് ചെയ്യാണ്, കുച്ച് ദിൻ പെഹലെ, കുറച്ചു ദിവസം മുമ്പേ ഇങ്ങനെയുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക അല്ലെ. കുറച്ചു ദിവസം മുമ്പേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കഥാപാത്രത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ കത്തിലങ്ങ് എഴുതി ഫില്ല് ചെയ്തോളാം. അത് കഴിഞ്ഞിട്ട് തേർഡ് പാരഗ്രാഫ് തിരിച്ചിട്ടേ ലെറ്റർ എഴുതാവൂ കേട്ടോ. പാരഗ്രാഫ് തിരിച്ച് ഒരു 3 പാരഗ്രാഫ് എങ്കിലും ഉണ്ടായിട്ടുണ്ടാവണം. അതായത് ഫസ്റ്റ് വിവരങ്ങൾ അന്വേഷിക്കുക, സെക്കൻഡിൽ എന്താണോ കാര്യം അത് എഴുതുക, ലാസ്റ്റത്തെ തേർഡ് പാരഗ്രാഫിൽ എന്ത് പറയുന്നു, നമ്മള് എന്താണ്, എല്ലാവരോടും എന്റെ പ്രണാമം പറയണം, നിന്റെ കത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയണം അല്ലെ. സബ്കോ മേരാ പ്യാർ കഹ് ദേന, സബ്കോ
എല്ലാവരോടും കേട്ടോ. എന്താണ്? എല്ലാവരോടും. നമ്മൾ ചാച്ചാജി ചാച്ചിജി മമ്മ പാപ്പ എന്നൊന്നും പറയണ്ട. സബ്കോ എല്ലാരോടും പറഞ്ഞോ. സബ്കോ എല്ലാവരോടും പ്യാർ കർ ദേന എന്റെ ഇഷ്ടം അറിയിക്കണം എന്ന് പറയാണ്. ജവാബി പത്രയ്ക്ക് പ്രതീക്ഷ കർ രഹാ ഹൂം. ജവാബി പത്ര എന്താണ്? മറുപടി കത്താണ്. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടണല്ലോ അല്ലെ. അപ്പൊ എന്താണ്? മറുപടി കത്ത് പ്രതീക്ഷ കർ രഹാ ഹൂം, പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ, അതായത് നമ്മുടെ സ്ഥാനം ഡേറ്റും എഴുതിയ അതേ സൈഡിലായിട്ട് തന്നെ മക്കൾ എന്ത് ചെയ്യുന്നു? തുമാരാ മിത്ര, നിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് പേരെഴുതുന്നു. ആരാണോ കത്തെഴുതുന്നത് കേട്ടോ, ആരാണോ കത്ത് എഴുതുന്നത് അവരുടെ പേരാണ് ഇവിടെ എഴുതുന്നത്. കത്ത് എഴുതുന്ന ആള് കേട്ടോ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത, അതായത് നിങ്ങൾ എപ്പോഴും എക്സാമിന് എഴുതാൻ മറക്കുന്ന ഒരാളാണ് ഈ ബോക്സിലുള്ള ആള്. അഡ്രസ്. അതായത് കത്ത് അയക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ഇപ്പൊ നമ്മള് ഫ്രണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ആ ഫ്രണ്ട് അല്ലെ, നമ്മുടെ ഈ ഫ്രണ്ടിന്റെ നെയിമും അഡ്രസ്സും ആണ് ഇവിടെ എഴുതുന്നത്. അതായത് ആർക്കാണോ നമ്മൾ അയക്കുന്നത് ആ ഫ്രണ്ടിന്റെ നെയിമും അഡ്രസ്സും ആണ് നമ്മൾ ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ, ബോക്സ് വരയ്ക്കണം കേട്ടോ. കാരണം എന്താണ്? കത്തിന്റെ പുറകിൽ, അതായത് കത്ത് ഒക്കെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് എഴുതുന്ന കാര്യമാണ് എന്ത്? ടു അഡ്രസ് എന്ന് പറയുന്നത്, ആർക്കാണെന്നുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ബോക്സിൽ ഇട്ട് വെച്ചത്, കത്തിന്റെ പുറത്ത് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കി എന്താണ്? സേവാമി എന്ന് വെച്ചാൽ എന്താണ്? ടു അഡ്രസ് ആണ്. നാം എന്ന് വെച്ചാൽ നെയിം ആണ്. പത്താന്ന് വെച്ചാൽ എന്താണ്? അഡ്രസ് ആണ്. ഇതൊന്നും നിങ്ങൾ അഡ്രസ് ഒന്നും എഴുതണം എന്നില്ല. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? നാം പത്ത എന്ന് മാത്രം എഴുതി വെച്ചാലും മതി. ആളുടെ പേരോ ആളുടെ അഡ്രസ്സോ നിങ്ങൾ എഴുതണം എന്നില്ല. നാം പത്ത എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. സേവാമേ നാം പത്ത എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പം കത്ത് എഴുതുമ്പോൾ എന്റെ മക്കൾ ഒരിക്കലും മറക്കരുത്. എന്തൊക്കെയാണ്? സ്ഥലം, ഡേറ്റ്, പ്രിയപ്പെട്ട മിത്രം, സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു ഫസ്റ്റത്തെ പാരഗ്രാഫിൽ. സെക്കൻഡ് പാരഗ്രാഫിൽ എന്ത് ചെയ്യുന്നു? കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പ് ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടായി ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് തേർഡ് പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് എഴുതുന്നു? സബ്കോ മേര പ്യാർ കഹ് ദേന, എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കണം, എന്റെ ഇഷ്ടം അറിയിക്കണം. പിന്നെന്താണ്? ജവാബി പത്ര, മറുപടി കത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമ്മൾ എന്ത് എഴുതുന്നു? നിന്റെ സ്വന്തം സുഹൃത്ത് പേര് എഴുതുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ എന്ത് എഴുതുന്നു? സേവാമേ നാം പത്ത എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിലൊക്കെ വരച്ച് കുട്ടപ്പനാക്കി വെക്കുന്നു. എന്നിട്ട് മുഴുവൻ കത്തിനും ഒരു ബോക്സിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഫ്രഷ് ആയിട്ടുള്ള ഒരു പേജ് എടുത്തിട്ട് വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ എഴുതാൻ നമുക്ക് കുറച്ചുകൂടി എന്താണ് നല്ല നീറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് ടീച്ചറെ ഇംപ്രസ് ചെയ്യണേ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് നന്നായിട്ട് വൃത്തിയിൽ എഴുതാൻ വേണ്ടി നോക്കാം കേട്ടോ. ഈ ഡയറിയും കത്തും വന്നാൽ ഇനി ആരുടേത് വന്നാലും സന്തോഷമാവട്ടെ സങ്കടമാവട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് എന്റെ മക്കൾ എഴുതിയിട്ടുണ്ടാവണം. ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ എന്താണ് നന്നായിട്ട് എഴുതുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, എഴുതില്ലേ? യെസ്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ചോളാം. ഇപ്പോഴും കുറെ ആൾക്കാർ തിരിഞ്ഞളിക്കുന്നുണ്ടെന്ന് ഞാൻ കമന്റ് ബോക്സിൽ കാണുന്നു. തിരിഞ്ഞ് കളിക്കരുത് മക്കളെ, പഠിച്ചോളാം. എടാ സമയമില്ലടാ, ഞാൻ മറ്റന്നാളത്തെ 11-ാം തീയതിയാണ് എക്സാം. അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ എന്റെ മക്കള്. ഓക്കെ, യെസ്. അപ്പം ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് മിസ് മനസ് സാറും നമ്മുടെ VPB സാറും ഒക്കെ വരുന്നതായിരിക്കും. ബൈ ബൈ.